നാസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ആകുന്ന കുട്ടികൾക്ക് ധാരാളം മോഡൽ എക്സാമുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബേസിക് സയൻസ് ടോപ്പിക്കിൽ നിന്നുള്ള മുൻവർഷ ചോദ്യം. മുകൾ ഭാഗത്ത് ഇംഗ്ലീഷും മുകൾ ഭാഗത്ത് മലയാളവും താഴ്ഭാഗത്ത് ഇംഗ്ലീഷും നൽകിയിരിക്കുന്നു. ആദ്യത്തെ ചോദ്യം, ആഹാരത്തിൽ ഉൾപ്പെടേണ്ടതും എന്നാൽ അവയിൽ നിന്നും ശരീരത്തിന് പോഷണ ഘടകങ്ങൾ ലഭിക്കാത്തതുമായ ഘടകം. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ്, അവയിൽ നിന്ന് നമുക്ക് പോഷണ ഘടകങ്ങൾ ലഭ്യമാകുന്നില്ല. ധാന്യം, മാംസ്യം, വിറ്റാമിനുകൾ. ഈ ധാന്യവും മാംസ്യവും നമുക്ക് ടോപ്പിക്ക് സംശയമേ ഇല്ല. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ നമുക്ക് ഊർജം നൽകുന്നതാണ്, ശരീരത്തിന് പോഷകഘടകങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ വിറ്റാമിന്റെ കാര്യത്തിൽ സംശയം വരാം. പിന്നെ നാരുകൾ, ഫൈബർ, ഇതിലും സംശയം വരാം. അപ്പോൾ ഇതിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള ഉത്തരം നാരുകൾ എന്നുള്ളതാണ്. ഉത്തരം കാണാതെ പഠിക്കുന്നതിനേക്കാളും ഓപ്ഷനിൽ നിന്ന് ബാക്കിയുള്ളതിനെ ഒഴിവാക്കി ഉത്തരം കണ്ടെത്തുന്ന രീതി അവലംബിക്കുന്നത് നന്നായിരിക്കും. Among the following, which one is an essential dietary factor? Essential വളരെ അത്യാവശ്യം വേണ്ടുന്നത്. Among the following, താഴെ പറയുന്നവയിൽ. ഈ among എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. പ്രപ്പോസിഷന്റെ ഉപയോഗം ധാരാളം എണ്ണം തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം. ഇപ്പൊ ഇവിടെ 4 ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്, അതിൽ ഒരെണ്ണം. അതാണ് among എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ബെറ്റ്വീൻ ആയിരുന്നെങ്കിൽ 2 എണ്ണേ വരൂ, 2 എണ്ണത്തിന്റെ ഇടയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ബെറ്റ്വീൻ, ഇടയിൽ. ഓക്കെ, ആൻസർ നാരുകൾ എന്നുള്ളതാണ്. അടുത്തൊരു ഭാഗം, ഡിസീസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കണരോഗം ബാധിച്ച കുട്ടിയോട് ഡോക്ടർ നിർദ്ദേശിച്ചത് എല്ലാ ദിവസവും കുറച്ച് സമയം വെയിൽ കൊള്ളാനാണ്. കണ എന്ന് പറയുന്ന രോഗത്തിന്റെ പേരാണ് റിക്കറ്റ്സ്. ഡോക്ടർ അഡ്വൈസ്ഡ് എ റിക്കറ്റ് പേഷ്യന്റ് ടു ഗെറ്റ് സം sun every day. sun every day. What is the reason for this? അതിന്റെ കാരണം എന്താണ്? സൂര്യപ്രകാശത്തിന് രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിയും. സൂര്യപ്രകാശം ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കും. ഇതൊക്കെ ശരിയാണ്, ഈ പോയിന്റുകൾ ശരിയാണ്. പക്ഷെ ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടോ അത് നമുക്ക് ഉത്തരമായിട്ട് എഴുതേണ്ട കാര്യമില്ല. സൂര്യപ്രകാശത്തിൽ നിന്നും ശരീരത്തിന് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ കണരോഗവുമായിട്ട് ബന്ധപ്പെട്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശം ശരീരത്തിന് സുഖം നൽകും. അപ്പോൾ ഓപ്ഷൻ ഇതിൽ അനുയോജ്യമായിട്ടുള്ളത് വിറ്റാമിൻ ഡി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ സൺലൈറ്റ് ഇൻ അവർ ബോഡി. റിക്കറ്റ്സ് എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ വിറ്റാമിൻ ഡി ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്? അതിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരു ഭക്ഷ്യവസ്തുവിൽ നേർപ്പിച്ച അയഡിൻ ലായനി. ഈ അയഡിൻ ലായനി പരീക്ഷ നമ്മൾ സ്കൂളിൽ സയൻസിൽ ചെയ്തിട്ടുള്ളതാണ്. കടും നീല നിറം കാണാൻ കഴിഞ്ഞു എങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ ഏത് പോഷക ഘടകമാണ് അടങ്ങിയിരിക്കുന്നത്? While adding dilute iodine solution to a food item, its color changed to deep blue. Which nutritional factor is present in the food? Carbohydrate, protein, vitamin and fat. ഇതിൽ ആൻസർ ധാന്യകമാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. റിയാൻ കൂട്ടുകാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഈ ഒരു ടോപ്പിക്ക് സയൻസിൽ നിന്നല്ല, ഇത് സോഷ്യൽ സയൻസിൽ നിന്നുള്ള ഭാഗമാണ്. പക്ഷെ ഇതേ ഭാഗം 4ാം ക്ലാസ്സിലെ പുസ്തകത്തില് എന്തുണ്ട് ചോദിക്കുന്നുണ്ട്. 4ാം ക്ലാസ്സിലെ എൻവയോൺമെന്റൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നതാണ് ഇതേ ചോദ്യം. റിയാൻ കൂട്ടുകാരനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. റിയാൻ വാണ്ട്സ് ടു ഇൻവൈറ്റ് ഹിസ് ഫ്രണ്ട്സ് ടു ഹിസ് ഹോം. ഹി ഡ്രൂ എ മാപ്പ് ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ ഹിസ് നെയ്ബർഹുഡ് അയൽപ്പക്കം. there is a railway line. അയൽപ്പക്കത്ത് എന്തുണ്ട്? ഒരു റെയിൽവേ ലൈൻ ഉണ്ട്. which among the following symbol did he use to represent? അത് റെപ്രസെന്റ് ചെയ്യാൻ, റെയിൽവേ ലൈൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഏത് സിമ്പലാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ABCD 4 ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നു. അതിൽ ആൻസർ ബി ആണ് റെയിൽവേ ലൈനിനെ സൂചിപ്പിക്കുന്നത്. എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഊർജ രൂപം ഏതാണ്? എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കും. ഇപ്പം വൈദ്യുതോർജ്ജം എല്ലാത്തിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പിന്നെ താപോർജം സംശയം വരാം, രാസോർജം സംശയം വരാം, പ്രകാശോർജം എല്ലാത്തിലും പ്രകാശോർജം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അപ്പം അതിനെ ഒഴിവാക്കാം. താപോർജം ഉണ്ട്, രാസോർജം ഉണ്ടോ നമുക്ക് സംശയം വരാം. ഇതിൽ തന്നെ ഏതാണ്? എല്ലാ ജീവജാലങ്ങളിലും രാസോർജമാണ് ആയിട്ട് വരുന്നത്. Which form of energy is present in all substance? Electrical energy, heat energy, chemical energy and light energy. Answer
ഹീറ്റ് എനർജിയാണ്. സോറി, ഹീറ്റ് അല്ല, കെമിക്കൽ എനർജിയാണ് വരുന്നത്. കെമിക്കൽ എനർജി. അപ്പോ ആൻസറുകൾ: ആദ്യത്തേത് നാരുകൾ, സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ ഡി ഉൽപ്പാദിക്കപ്പെടും. ധാന്യകം, ഈ സിമ്പിൾ, റെയിൽവേ ലൈൻ, രാസോർജം, എല്ലാ ജീവികളിലും കാണപ്പെടുന്നത് അല്ലെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിലും കാണപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. ഇനി ആലോചിക്കുക, നമുക്ക് ഇതേ മോഡലിനെ ബേസ് ചെയ്ത് ഈ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇപ്പൊ ഇത് പോഷണം എന്ന് പറയുന്ന ഒരു ഭാഗം, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗം. ഇത് വൈറ്റമിൻസും രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഭാഗം. ഇപ്പൊ നിശാന്തത ഏത് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ടതാ? വിറ്റാമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ. അതേപോലെ ബെറി ഏതുമായിട്ട് ബന്ധപ്പെട്ട, അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. ധാന്യകം, ഇതും ഏത് തന്നെയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാ? ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരുന്നു. ഇത് മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അവസാനത്തത് സയൻസിലെ ഒരു ടോപ്പിക്ക്. അപ്പോൾ ഈ രീതിയിൽ കൂടുതൽ മോഡലുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതിനോടൊപ്പം മുൻപ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ലിങ്കുകളും തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ റെക്കമെൻഡേഷനുകളോ ക്ലാസ്സുകളോ വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. ഏതെങ്കിലും വീഡിയോയുടെ തൊട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എല്ലാവർക്കും പരീക്ഷയിൽ വിജയാശംസകൾ.